1890s പ്രണയവും നമ്മുടെ 2000 ശേഷം നമ്മുടെ മൊബൈൽ യുഗമൊക്കെ വന്നതിന് ശേഷമുള്ള പ്രണയവും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് ചർച്ച ചെയ്യാലോ. അതായത് 1890s പ്രണയം എന്ന് പറയുന്നത് മിക്കവാറും ഒരു അമ്പലത്തിന് ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും. മീൻസ് ഒരു അമ്പലം മീൻസ് ഒരു പ്രാകൃത അമ്പലം ആയിരിക്കും. പ്രാകൃത അമ്പലം മീൻസ് അവിടെ ഒരു നൊസ്റ്റാൾജിക്ക് ഫീൽ ഉണ്ടാവും. അതായത് ഒരു ആൽത്തറ, ഒരു വലിയൊരു മൈതാനം, അമ്പലക്കുളം, ഇവിടെ ആയിരിക്കും മെയിനായിട്ട് ഈ പ്രണയങ്ങളൊക്കെ മുട്ടിടുന്നത്. അതായത് നായിക രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കുളിയും ജപമൊക്കെ കഴിഞ്ഞ് പട്ടുപാവടയും പട്ടു ജാക്കറ്റൊക്കെ എടുത്ത് അമ്പലത്തേക്ക് വരുന്നതും നായകൻ എന്ന് പറയുന്നത് മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് കാത്തിരിക്കുന്ന ആ ഒരു പ്രണയം അതൊരു വല്ലാത്ത ഫീൽ ആയിരിക്കില്ലേ. അപ്പോൾ ഈ കാണുന്ന ആളുകൾ തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഏകദേശം 45-50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫീലും ആ ഒരു വൈബും പ്രണയത്തിന് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലും ഒരു എന്താ പറയുക, ഒരു നൈർമല്യം ഉണ്ടായിരുന്നു അല്ലേ ആ ഒരു പ്രണയത്തിന്. പക്ഷെ 2000 ശേഷമുള്ള പ്രണയം, ഈ മൊബൈൽ ഫോണ് കമ്പ്യൂട്ടർ യുഗമൊക്കെ വന്ന സമയത്ത് പ്രണയത്തിനാകെ എന്തു പറ്റി, ഭയങ്കര സെൽഫിഷ്നെസ് അല്ലെങ്കിൽ വളരെ ഇതായി മാറി. അതായത് വാട്സപ്പ് പ്രണയം, അല്ലെങ്കിൽ ലുലു മാള് പ്രണയം, അല്ലെങ്കിൽ മെസ്സഞ്ചർ പ്രണയം, അല്ലെങ്കിൽ ടെലഗ്രാം പ്രണയം, പെട്ടെന്ന് തന്നെ ഒരു പ്രൊവോക്കേഷൻ, അതിനുശേഷം പകരം വീട്ടുക, പ്രതികാരം ചെയ്യുക, പെണ്ണിനെ കൊല്ലുക, ഇടിക്കുക, മറ്റേ ആസിഡ് ഒഴിക്കുക, ആ രീതിക്ക് മാറി. ഇപ്പോൾ 80-90 പ്രണയം എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ നായിക മറ്റേ ആ പ്രണയത്തിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം വിവാഹാലോചനയാവും, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രണയം അവസാനിപ്പിക്കുന്നതും ചിലപ്പോൾ ഈ അമ്പലത്തിൻ്റെ പരിസരങ്ങളിലായിരിക്കും. അവിടെ നായകനോട് നോല എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനും, നായകൻ പഴയ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, മറ്റു പ്രശ്നങ്ങളൊക്കെ പറയുന്ന സമയത്തും പിരിയുന്നതും ചിലപ്പോൾ ഈ അമ്പലങ്ങളിലും പരിസരങ്ങളിലൊക്കെ ആയിരിക്കും. അതിനുശേഷം കാമുകൻ ഒരിക്കലും കാമുകിയെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ അവളെ ആസിഡ് ഒഴിക്കണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. മീൻസ് വളരെ റയറായിട്ടാണ് അന്നത്തെ കാലത്ത് പ്രണയ നൈരാശ്യം മൂലം ഒരു പെൺകുട്ടിനെ കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. നായകൻ പിന്നീട് ലഹരി, അപ്പോൾ പുകവലിക്കുക, അന്നത്തെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് എന്താണ്, ബീഡി വലി, അതുപോലെ തന്നെ മദ്യപാനം, താടി വളർത്തുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ കാമുകന്മാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് 2000 ശേഷം ഇപ്പോൾ നായിക മറ്റേ വേറെ തേച്ചു, അല്ലെങ്കിൽ വേറെ വിവാഹാലോചന വന്നു, അല്ലെങ്കിൽ നിനക്ക് മതിയായി, എനിക്ക് മതിയായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കാമുകൻ എന്ത് ചെയ്യും,